ആ സമയത്ത് ആ പാലത്തിൽ ആരും ഇല്ല, ഈ ഒരു ഒറ്റ കുട്ടി മാത്രമേ ഉള്ളൂ. അതുമല്ല, കായലിലേക്ക് നമ്മൾ ടോർച്ച് അടിച്ചിട്ടും ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഒരു ജീവൻ കുറെ സമയം കൊണ്ട് വെള്ളത്തിൽ കിടക്കുക. അപ്പം ഒന്നും കണ്ടു നിൽക്കാൻ പറ്റിയില്ല. ഈ കുട്ടി സ്വന്തം വീട്ടിലെ എന്താ സിറ്റുവേഷൻ വെച്ചിട്ടാണ് ഈ ഒരു എടുത്തുചാട്ടം. നമസ്കാരം. ആക്കുളം കായലിലേക്ക് ഒരു പെൺകുട്ടി എടുത്തു ചാടാൻ വേണ്ടി നിൽക്കുന്നു. ആ സമയത്ത് ഒരു ആൾ സൈഡിലൂടെ പോവുകയാണ്. അതായത് നമ്മളൊക്കെ ചില സമയത്ത് പറയാറുണ്ട്, ദൈവമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ദൈവങ്ങൾ പല രൂപത്തിൽ വരാറുണ്ട് എന്ന് പറയാറുണ്ട്. അത്തരത്തിലൊരു ദൈവം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. നമ്മളിപ്പോൾ പോകുന്നത് ആക്കുളം കായലിലേക്ക് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച, കായലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയിട്ടുള്ള വിനോദിലേക്കാണ്. വിനോദ ഒരുപാട് വാർത്തകളിലൊക്കെ കാണുകയുണ്ടായി. അതായത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു രക്ഷപ്പെടുത്തലായിരുന്നു. പ്രത്യേകിച്ച് ആ വഴിയൊന്നും പോകുന്ന ആളല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായിരുന്നു ശരിക്കും അന്ന് സംഭവിച്ചത്? അത് ഞാൻ കഴക്കൂട്ടത്തുനിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുമായിരുന്നു. അന്ന് ഞാൻ വന്നത് നല്ല താമസിച്ചേക്ക്. പെട്ടെന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഈ പാലത്തിന്റെ സെന്ററിൽ ഒരു കുട്ടി നിൽക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധയിൽ കണ്ടത്. അപ്പൊ കായലിൽ എത്തി നോക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പം എൻ്റെ വണ്ടി പാസ് ചെയ്ത് പോയതിനു ശേഷം ആ കുട്ടിയുടെ ചാടുകയായിരുന്നു. ഞാൻ വണ്ടി ഉടൻ ചവിട്ടി നിർത്തിയിട്ട് ഈ കുട്ടി നിന്ന ഭാഗത്തേക്ക് ഓടി വന്നു. അപ്പൊ താഴോട്ട് നോക്കിയപ്പോൾ മൊത്തം ഇരുട്ടാ. അപ്പം എൻ്റെ കൂടെ ഒരു 4-5 ബൈക്കിലെ ആൾക്കാരും ഉണ്ടായിരുന്നു. അവർ ഓടി വന്നു. അപ്പം നോക്കിയപ്പോൾ ടോർച്ച് അടിച്ചൊക്കെ നോക്കിയപ്പോൾ അവിടെ മൊത്തം ഇരുട്ടായതുകൊണ്ട് എല്ലാവരും ചാടാൻ പേടിച്ച് നിൽക്കുക. ഞാൻ ഒന്നും നോക്കിയില്ല. കയ്യിരുന്ന മൊബൈൽ ഒരാളെ ഏൽപ്പിച്ചിട്ട് എടുത്ത് ചാടി. നല്ല ചെളിയുള്ള സ്ഥലമായിരുന്നു അവിടെ മെയിനായിട്ട്. അപ്പൊ കുട്ടിയുടെ മുടിയിൽ പിടിച്ച് ഞാൻ ഈ നമ്മുടെ ബീമില്ലേ, പാലത്തിന്റെ ബീമിലോട്ട് അടുപ്പിച്ച് പിടിച്ചു. 2 സൈഡും നല്ല ലെങ്താ, നീന്തി എന്തായാലും അടുപ്പിക്കാൻ പാടായിരിക്കും. അങ്ങനെ അരമണിക്കൂറോളം ഞാൻ ഈ പാലത്തിന്റെ അടിയിൽ കുട്ടീനെ പിടിച്ചു നിൽക്കുകയായിരുന്നു. മോളിൽ നിന്ന് പോലീസുകാർ വന്നിട്ട് റോപ്പ് ഇട്ട് തന്നു. അതിലേക്ക് എത്തിപ്പിടിക്കാൻ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. പിന്നെ അത് പറ്റാഞ്ഞിട്ട് പിന്നീട് ഒരു ചെറിയ ബോട്ട് അവർ പോലീസുകാരെ ഇറക്കി ഞങ്ങൾ അടുത്തോട്ട് വന്ന് തൊഴുന്നു. 2 പേരെയും കയറ്റി. പിന്നെ കരയ്ക്ക് അടുപ്പിച്ച് ഒരു ആംബുലൻസിനെ വിളിച്ച് സ്ട്രെച്ചറിൽ അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഒരു 10 മണിയൊക്കെ ആവും. 10 മണിക്ക് ഈ പറയുന്നത് പോലെ ഏറ്റവും കോരിട്ടായിട്ടുള്ള ഒരു പ്രദേശത്ത് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് നിൽക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ വിനോദ് എന്താണെന്ന് പോലും നോക്കാതെ പോകുകയായിരുന്നു. പക്ഷെ പോയി പെട്ടെന്നാണ് ഒരു തോന്നൽ വരുന്നത്. എന്താണ് ആ സമയത്ത് തോന്നിയത്? ഇപ്പം ഈ കുട്ടി ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് മനസ്സിലായോ? എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആ സമയത്ത് ആ പാലത്തിൽ ആരും ഇല്ല, ഈ ഒരു ഒറ്റ കുട്ടി മാത്രമേ ഉള്ളൂ. അതുമല്ല, കായലിലേക്ക് എടുത്ത് ഒരു 4-5 വട്ടം എത്തി നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഡൗട്ട് തോന്നിയത്. അപ്പൊ ഞാൻ വണ്ടി സ്ലോ ചെയ്ത് പോവുമായിരുന്നു. എൻ്റെ വണ്ടി പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി കാലെടുത്ത് പാലത്തിന്റെ മുകളിലേക്ക് വെക്കുന്നതായിട്ട് എൻ്റെ വണ്ടിയുടെ മിററിൽ കണ്ടു. അപ്പോഴേ ഞാൻ വണ്ടി പെട്ടെന്ന് ചവിട്ടിയിട്ട് ഹലോ ഹലോ എന്ന് വിളിച്ചായിരുന്നു പുറകെ. അപ്പത്തേക്ക് എടുത്ത് ചാടി. ആ കുട്ടി കേട്ടാണ്. ഇല്ല, എടുത്ത് പെട്ടെന്ന് ചാടി. ഈ പറയുന്നത് പോലെ 2 ആൾ പൊക്കത്തിലുള്ള ഉയരത്തിലുള്ള വെള്ളം അവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കേട്ടു. അപ്പോ നോക്കിയാൽ കാണുന്ന ദൂരത്ത്, പ്രത്യേകിച്ച് ഈ കുട്ടിയെ കാണാനില്ലായിരുന്നു എന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പോ എങ്ങനെ തോന്നി ആ സമയത്ത്? ആരും പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നുണ്ടായിരുന്നെങ്കിലും ആരും പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. അവർക്ക് ഒന്നീ നീന്താൻ അറിയില്ലാഞ്ഞിട്ടായിരിക്കണം, അല്ലെങ്കിൽ അവിടെ മൊത്തം ഇരുട്ടാ. അവിടെ കല്ലുണ്ടോ അതോ ചെളിയാണോ ഒന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ. നമ്മൾ ടോർച്ച് അടിച്ചിട്ടും ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഒരു ജീവൻ കുറെ സമയം കൊണ്ട് വെള്ളത്തിൽ കിടക്കുക. അപ്പം ഒന്നും കണ്ടു നിൽക്കാൻ പറ്റിയില്ല. ഞാൻ എടുത്ത് ചാടി. അവിടെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരുന്നപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് ബോധം വന്നു. അപ്പൊ എൻ്റെ അടുത്ത് കൈ വിടാൻ എൻ്റെ അടുത്ത് ബലമായിട്ട് കൈയൊക്കെ തട്ടി മാറ്റി. അങ്ങനെ ഞാൻ മാക്സിമം ഹോൾഡ് ചെയ്ത് പിടിച്ചു, എൻ്റെ കയ്യിൽ നിന്ന് പിടി വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു എന്തുണ്ടെങ്കിലും അത് മോളിൽ കയറിയിട്ട് അത് പരിഹരിച്ചിട്ട് വിടാം, ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് ജീവിക്കണ്ട എന്നുള്ള ഒറ്റ വാക്ക് തന്നെ. വേറെ അതിനെ പറ്റി എനിക്കൊന്നും അറിയില്ല. ആരാണെന്ന് പോലും വിനോദിനെ ഇപ്പോഴും അറിയില്ലെന്നാണ് തോന്നുന്നത്. എനിക്കറിയില്ല. പിന്നെ ഞാൻ കുട്ടിയെ പറ്റി പോലീസുകാരുടെ അടുത്ത് തിരക്കിയായിരുന്നു. അപ്പം കുട്ടി ഓക്കെയാണ്, വേറെ കുഴപ്പമില്ല എന്ന് എന്നോട് അറിയിച്ചു.
ഇതില് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മള് കുട്ടിക്കാലത്തൊക്കെ പഠിച്ചിട്ടുള്ള ഒരു നീന്തൽ അന്നത്തെ കാലത്ത് ചുമ്മാ പഠിക്കാം എന്നുള്ള രീതിയിൽ പഠിച്ചൊരു സംഭവമാണ്. പക്ഷെ അതിപ്പോ ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വരെ ഒരു മാർഗമായി മാറി എന്ന് പറയുമ്പോൾ എന്ത് തോന്നുന്നു? എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ, വിശ്വസിക്കാനാവുന്നില്ല. എന്താന്ന് വെച്ചാൽ ഒരുപാട് നാളായി ഞാൻ പിന്നീട് പുഴയിലൊക്കെ നീന്തിയിട്ട് കൊച്ചുനാളിലെയൊക്കെ പഠിച്ചത്. പിന്നെ ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പം അതുമല്ല, ആ കുട്ടിയുടെ പ്രായം എന്ന് പറയുമ്പോൾ 14 വയസ്സ് 15 വയസ്സേ ഉള്ളൂ, 10 പഠിക്കുകയാണ്. അപ്പം ഒരുപാട് കാലത്തെ എന്താ ജീവിക്കാനുള്ള ഒരു കുട്ടിയാണ് അത്. അപ്പം ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് ഒരുപാട് അഭിമാനമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ പോലും പലരും രക്ഷിക്കണോ വേണ്ടയോ കേസാവോ എന്നുള്ള ഒരു ഭയത്തിൽ നിൽക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒന്ന് മറുത്തൊന്ന് ചിന്തിക്കാതെ ഇങ്ങനെ എടുത്തു ചാടി ആ കുട്ടിയുടെ ജീവൻ രക്ഷിച്ചു, അത് ഒരുപാട് അഭിമാനമുള്ള കാര്യമാണ്. അതേസമയത്ത് നമുക്ക് ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ ഈ പറയുന്നത് പോലെ ഒരു 14-കാരിക്ക് ആത്മഹത്യയിലേക്ക് ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ വിദ്യാർത്ഥികള് അല്ലെങ്കിൽ കുട്ടികള് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ജീവൻ കൊടുക്കുക എന്നുള്ള ചിന്താഗതിയിലേക്ക് പോകുന്നുണ്ടല്ലോ. ഇപ്പൊ എല്ലാവർക്കും അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകരിൽ പകുതി പേർക്കും ചേട്ടനൊരു ഓട്ടോ ഡ്രൈവറാണ് എന്ന് മാത്രമേ അറിയുന്നുണ്ടാവൂ. പക്ഷെ ചേട്ടനൊരു സാമൂഹിക പ്രവർത്തനം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളുടെ ഒരു മാറ്റം, ആ ഒരു ആത്മഹത്യാ പ്രവണത, അതിനെ കുറിച്ച് എന്താ തോന്നുന്നത്? എന്താണ് അവർക്കൊരു മോട്ടിവേഷൻ ആയിട്ട് കൊടുക്കാനുള്ളത്? എന്താന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കുട്ടികളുടെ അമ്മയും അച്ഛനും ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അവരുടെ മനസ്സ് അറിയാൻ ശ്രമിക്കുക. എന്നുവെച്ചാൽ ഈ കുട്ടി സ്വന്തം വീട്ടിലെ എന്താ സിറ്റുവേഷൻ വെച്ചിട്ടാണ് ഈ ഒരു എടുത്തുചാട്ടം വന്നത്. മാക്സിമം ഈ കുട്ടികളുടെ മനസ്സറിയാൻ നോക്കുക. അവർക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ജീവനാണ് വിനോദിന്റെ ഈ കൃത്യമായിട്ടുള്ള സമയോചിതമായിട്ടുള്ള ഇടപെടൽ മൂലം രക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ ഓരോ മലയാളികളും ആശംസയായിട്ട് രംഗത്തെത്തുന്നുണ്ട്. നമുക്ക് വിനോദിനൊപ്പമുള്ള സ്റ്റാഫുകളോടൊക്കെ തന്നെ ചോദിക്കാം എന്താണ് അവർക്ക് തോന്നുന്നത്. ചേച്ചി, സംഭവം അറിഞ്ഞു കാണുമല്ലോ, എന്ത് തോന്നുന്നു? ഡിപ്പാർട്ട്മെന്റിലെ ഒരു സ്റ്റാഫ് ഇങ്ങനത്തെ ഒരു രക്ഷാപ്രവർത്തനം ചെയ്തത് ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ ഒരേ തരത്തിൽ ആളെ അറിയത്തില്ലല്ലോ, ആ ഒരു കുട്ടിയെ പേഴ്സണലി ഒന്നും അറിയത്തില്ല, ആ ഒരു കുട്ടിയെ ഇങ്ങനെ ഒരു രക്ഷാപ്രവർത്തനത്തിലൂടെ രക്ഷപ്പെടുത്തിയത് ഭയങ്കര ഒരു വലിയൊരു കാര്യമാണ്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനും അതിനോട് ഒരു അഭിമാനം തോന്നുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ എത്ര അപ്രിഷ്യേറ്റ് ചെയ്താലും മതിയാവത്തില്ല ഈ ഒരു കാര്യത്തിൽ. വിനോദ് നമ്മുടെ അല്ലെങ്കിലും അറിയാം, നമുക്കിവിടെ എല്ലാ കാര്യത്തിനും ഏത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും വളരെ കൃത്യമായിട്ട് നടത്തുന്ന ഒരു സ്റ്റാഫ് തന്നെയാണ്. നമ്മളെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഡ്യൂട്ടി അല്ലാത്ത കാര്യങ്ങൾ പോലും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യും. ഇപ്പം നൈറ്റ് ഡ്യൂട്ടി ഒക്കെ എപ്പോഴും എടുക്കേണ്ടി വരാറുണ്ട്. അതൊക്കെ വിളിച്ചു പറഞ്ഞ ഒരു വിഷമവും ഇല്ലാതെ ഡ്യൂട്ടി എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ സംഭവം നടന്നിരിക്കുന്നത് നമുക്കെല്ലാം വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഈ വിധത്തിൽ ഇടപെട്ടത് എന്നുള്ളത് നമുക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സാധാരണഗതിയിൽ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ ഇടപെടുന്നത് നമ്മളെല്ലാം പെട്ടെന്നൊന്ന് പതറിപ്പോവും. എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ഇതുണ്ടാവും. ഒരു പ്രത്യുൽപ്പന്ന മതിത്വം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു കാര്യം വന്നു കഴിയുമ്പോൾ അതെങ്ങനെ നേരിടണം എന്നുള്ളത് പെട്ടെന്നുള്ളൊരു ചെറുപ്പമാണ്, അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടാവും. അതിനെ വെച്ചിട്ട് ഏതായാലും ഇടപെട്ടിട്ട് ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ചത് നല്ലൊരു കാര്യമാണ്, നമുക്കെല്ലാം അഭിമാനമുള്ളൊരു കാര്യമാണ്. എന്നാൽ ഈ കാര്യം ഞങ്ങളെല്ലാം വേണ്ടപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റിലൊക്കെ അറിയിച്ചിട്ടുണ്ട്. മിനിസ്റ്റർക്ക് ഇതിന്റെ വിവരം കൊടുത്തിട്ടുണ്ട്. മറ്റു വിധത്തിലെല്ലാം ഇപ്പം എല്ലാ പോലീസിനും ഫയർഫോഴ്സിനും മറ്റ് NGOs ഒക്കെ വിളിച്ചിട്ട് ധാരാളം അഭിനന്ദനങ്ങൾ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലെല്ലാം നമുക്ക് സന്തോഷമുണ്ട്. രക്ഷപ്പെടുത്തിയത് ആരെയാണെന്നോ എന്തിനായിരുന്നു ആ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നതിനെ കുറിച്ചോ ഒന്നും തന്നെ വിനോദിനോ വിനോദിന്റെ സുഹൃത്തുക്കൾക്കോ അറിയില്ല. എങ്കിൽ പോലും തന്റെ സമയോചിതമായിട്ടുള്ള ഇടപെടൽ മൂലം രക്ഷപ്പെട്ട ആ ജീവനെ ഓർത്ത് ഒരുപാട് അഭിമാനിക്കുകയാണ് വിനോദിന്റെ കുടുംബവും സഹപ്രവർത്തകരും ഒക്കെ. എന്തായാലും ഇത് നിസാരമായി തള്ളിക്കളയാൻ പറ്റുന്ന അല്ലെങ്കിൽ വിനോദിന് മാത്രം അഭിനന്ദിക്കാൻ പറ്റുന്ന ഒരു വാർത്തയല്ല അല്ലെങ്കിൽ സംഭവമല്ല. മറിച്ച് ഒരുപാട് വിദ്യാർത്ഥികൾ, കുട്ടികൾ ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് പോകുന്ന, ചിന്തിക്കുന്ന ഒരു സാഹചര്യം കൂടെ ഇവിടെ എടുത്തു കാണിക്കേണ്ടതുണ്ട്. ഇവിടെ ഈ സംഭവത്തിൽ വെറും 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് സ്വന്തം ജീവനൊടുക്കാൻ തീരുമാനിച്ചത്. ഇത് ഇത്തരത്തിൽ ഒരുപാട് കുട്ടികൾ ഇതേ രീതിയിൽ തന്നെ ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. ഇത് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കുറവാകുന്ന ഒരു സാഹചര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത്.
എന്തായാലും തന്റെ മക്കൾക്ക് എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന സംരക്ഷണവും ഉപദേശവും അതിനൊപ്പം തന്നെ കരുതലും നൽകേണ്ടുന്നത് കൂടെ ഉണ്ടാകുന്ന സുഹൃത്തുക്കളും മാതാപിതാക്കളും ബന്ധുക്കളും തന്നെയാണ് എന്നത് ഇവിടെ ആവർത്തിച്ച് പറയേണ്ടുന്ന ഒരു സാഹചര്യമാണ്.